പശ്ചിമ ബംഗാളിൽ 15 വർഷം നീണ്ട തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് ബി.ജെ.പി. അധികാരം പിടിച്ചിരിക്കുകയാണ്. 207 സീറ്റുകൾ നേടിയുള്ള ഈ ചരിത്ര വിജയത്തിനു പിന്നിൽ അമിത്ഷായുടെ ചാണക്യതന്ത്രങ്ങളാണെന്ന് ഒരു വിഭാഗം വാഴ്ത്തുമ്പോഴും വിജയത്തിന്റെ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രക്രിയയിലൂടെ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് ഏകദേശം 91 ലക്ഷം വോട്ടർമാരെയാണ്. 6 മാസത്തോളം നീണ്ട ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ബി.ജെ.പി. വിജയിച്ച മണ്ഡലങ്ങളിൽ 105ഇടത്തും ഭൂരിപക്ഷം എന്നത് SIR-ലൂടെ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണത്തെക്കാൾ കുറവാണ്. ഇതിൽ 86 സീറ്റുകളിലും ബി.ജെ.പി. ആദ്യമായാണ് വിജയിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചില മണ്ഡലങ്ങളിലെ കണക്കുകൾ അവിശ്വസനീയമാണ്. ചബ്ദാനിയിൽ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം വെറും 13 വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ അവിടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതാകട്ടെ 7600 പേരെയും. പല മണ്ഡലങ്ങളിലും 25,000-ലധികം വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. തൃണമൂലിന്റെ കൈവശമുണ്ടായിരുന്ന 129 സീറ്റുകളാണ് ഇക്കുറി ബി.ജെ.പി. പിടിച്ചെടുത്തത്. ഒഴിവാക്കപ്പെട്ട 91 ലക്ഷം പേരിൽ 27 ലക്ഷം പേരുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇവരുടെ വിധി പ്രത്യേക ട്രൈബ്യൂണലുകൾ തീരുമാനിക്കും. ഭൂരിപക്ഷം 2%, ഒഴിവാക്കപ്പെട്ട വോട്ടർമാർ 15% ആണെങ്കിൽ അത് ഗൗരവമായി പരിശോധിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. ശനിയാഴ്ച ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കും. മമതാ ബാനർജിയെ തോൽപ്പിച്ച സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത. മമതാ ബാനർജി രാജിക്ക് തയ്യാറല്ലെങ്കിലും ഗവർണർക്ക് അവരെ പുറത്താക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരം ബംഗാളിൽ ആഞ്ഞടിച്ചിട്ടുണ്ടാകാം. പക്ഷേ വോട്ടർ പട്ടികയിലെ ഈ ശുദ്ധീകരണം നടന്നില്ലായിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് ഭരണത്തിലെത്താൻ സാധിക്കുമായിരുന്നോ എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സജീവമാണ്. ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടോ എന്ന പരാതിയുമായി നിരവധി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഹർജികൾക്ക് സാധ്യത ഏറുകയാണ്.